അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. നോമ്പുണ്ട്. പിന്നെ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വെള്ളിയാഴ്ച അഡ്മിറ്റാണ് കേട്ടോ ഉപ്പ. പിന്നെ നമ്മളെ വർക്കുകളെല്ലാം വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിൻ്റെയൊക്കെ ഇനി ടൈൽ വർക്ക് മാത്രമേ ഉള്ളൂ. സിങ്കും വയ്ക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിണറ്റിൻ്റെ റൗണ്ട് കെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. റൗണ്ട് കെട്ടി ബാത്റൂം ഉണ്ടല്ലേ നമ്മുടെ. ഇതിനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കണം. തറ സെറ്റാവാൻ വേണ്ടി നമ്മുടെ ബാത്റൂം, പിന്നെ സ്റ്റെപ്പ് കെട്ടി, പിന്നെ കുളിമുറി കാണിച്ചു തരാം. അൽഹംദുലില്ലാ നല്ല വെയിൽ കേട്ടോ. മഴയൊക്കെ പോയി. ഇതാ നോക്ക്, അലക്കല്ല് വെച്ച് നടുക്കൊരു കല്ല് ചെയ്ത് വെച്ചിരിക്കുന്നതുണ്ട്. അത് പിന്നെ ഒരു ഷവറ് കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ. പിന്നെ ഇതെല്ലാം ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ അടുക്കള കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഒരുപാട് പേരെ ദ്വായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ സ്റ്റെപ്പും കെട്ടി. ഇവിടെ ടൈലാണ് കേട്ടോ. അതേപോലത്തെ നമുക്ക് ഗ്രിപ്പുള്ള ടൈലിടാന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അടുപ്പ് കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ അടിപൊളിയല്ലേ. പിന്നെ ഇവിടെയൊക്കെ സിങ്ക് ഉണ്ട്. സിങ്ക് വയ്ക്കാനാണ് ഈ ഒരു ഇത് വെച്ചേക്കുന്ന സിങ്ക്. അപ്പോൾ സിങ്കും വെക്കണം. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് ടൈലിൻ്റെ കണക്ക് തന്ന് അത് ടൈല് പോയി നമ്മളാണ് എടുത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ എടുത്ത് ഇനി പണിയുടെ ബാക്കി പൈസയും കൂടെ ക്ലോസ് ചെയ്താൽ എല്ലാം റാഹത്തായി. പിന്നെ ഒന്ന് വൈറ്റ് കൂടെ അടിക്കണം. അത് നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. ഇപ്പോൾ വേവപ്പും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങി. അല്ല പിന്നെ ഇതാ ഇവിടെ ഒരു വെള്ളം ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഇത് വെക്കണം. അവരുടെ അടുത്ത് പറഞ്ഞ് അവർ വന്ന് സെറ്റാക്കി തരും. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് സെറ്റാക്കണം. ഇന്നലെ പൂശിയത് കൊണ്ട് ഇന്നിപ്പോൾ ഒഴിച്ചാൽ മതി വെള്ളം. അപ്പോൾ എടുപിടിയിൽ നിന്നിട്ട് ഒഴിക്കല്ലേ എന്ന് പറഞ്ഞ് കുറേശ്ശെ ഒഴിക്കണേന്ന് പറഞ്ഞ്. പിന്നെ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. മഴയൊക്കെ പോയി. എന്താ സിമൻ്റാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈലിടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. ഇതാകുമ്പോൾ നമുക്കേ ഒരു കാര്യമുണ്ട്, തുണികളെല്ലാം കഴുകിയാലും ഇതായാലും ചൂരിനങ്ങ് ഉരച്ച് കഴുകിയാൽ മതി. അതാണ്. അല്ലെങ്കിൽ ടൈലിട്ട കുട്ടികളൊക്കെ ഇല്ലേ എപ്പോഴും ഭയങ്കര ഇതാവും. എന്ന് വെച്ചാൽ എപ്പോഴും തേച്ച് കഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് നല്ലത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ മക്കളൊക്കെ ഇനി തൊട്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാം ചെയ്യാം. കുളിക്കുക 2-3 ദിവസം കൂടെ കഴിയുമ്പോഴേ കുളിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആവാം. ഇനി അപ്പുറത്ത് വെള്ളം ഒഴിക്കണം. പിന്നെ നല്ല വെയിൽ. ഉപ്പാക്ക് ഹോസ്പിറ്റലിൽ സർജറി എന്നാണെന്നില്ല. അഡ്മിറ്റ് വെള്ളിയാഴ്ചയാണ്. മിക്കവാറും ശനിയായിരിക്കും നമ്മുടെ ഉപ്പാൻ്റെ സർജറി. നിങ്ങൾ ഒരുപാട് പേര് ദുആയും പ്രാർത്ഥനയുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു വാപ്പ എന്ത് ചെയ്യുന്നു. ഞാൻ വാപ്പായെ കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഉപ്പ ഷോർട്ട് വീഡിയോയിൽ കിടപ്പുണ്ട്. പിന്നെ ഇന്ന് റമദാൻ 3 എത്ര പെട്ടെന്നാണല്ലേ. ഇവിടെ എല്ലാം വെള്ളം ഒഴിച്ച് ഇവിടെ ക്ലീൻ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്പുറത്ത് പോകും. കുറച്ച് ദിവസം കൊണ്ടേ മക്കൾ പറയണം അമ്മ ചിക്കൻ മേടിക്കണേന്ന്. അപ്പോൾ ഇന്ന് ചിക്കൻ മേടിക്കാമെന്നും പറഞ്ഞിരിക്കണം. ഉപ്പ അത് കൂട്ടില്ല. അവർക്ക് മീനുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ സെറ്റാവില്ല. നമ്മൾ സിമൻറ്റിൽ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ആരൊക്കെയോ ചോദിക്കണം എന്ത് വീഡിയോ ഇടാത്തത്. ഇന്ന് കൊട്ടിയം പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്ക് BP ലോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പോണില്ല. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയി. സിങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സിങ്ക് മറ്റേ സാദാ സിങ്ക് ഉണ്ടല്ലോ, കുഴിയുള്ളത്. ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തിനകത്ത് ഇവിടെ വേവിച്ച് തുടങ്ങും. അൽഹംദുലില്ലാ തറയുടെ പണിയും കൂടെ കഴിഞ്ഞ് ടൈൽ വർക്കിൻ്റെ പണിയും കൂടെ കഴിഞ്ഞ് നമ്മൾ വേവിച്ച് തുടങ്ങും. ഇവിടം വരെ എത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. അല്ലാഹു ഒരുപാട് പേര് കുടുംബത്തിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും ഇറങ്ങി സഹായിച്ചിട്ടുള്ളൊരു വീടാണ്. പിന്നെ വേറെ എന്തൊക്കെയാണ്, റമളാൻ ഈ പെരുന്നാളിന് നമ്മൾ ആരും ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സൊക്കെ അൽഹംദുലില്ലാ ഉണ്ട്. പിന്നെ ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു ഇത്താൻ്റെ കുട്ടിക്ക്, ആ കുട്ടിക്ക് ആണ് മസ്റുമോള ഇതിൻ്റെ അതായത് ബർത്ത്ഡേക്ക് അവൾക്കാണ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത്.
ഒരു മസ്റൂറ മോൾക്ക് എടുക്കുന്നതിന് വരെ ഫ്രോക്ക്. അപ്പോൾ മസ്റൂർ പറഞ്ഞു ഉമ്മച്ചി ആ താത്താക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഇതെല്ലാം സെറ്റായി. ഇനി ഇവിടെ വെള്ളം പിടിച്ച് അവിടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. സിങ്ക് വയ്ക്കാനാണ് ഇതാ ഇത് കണ്ട. പിന്നെന്തൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ? അവിടെ ചൂടുണ്ടോ? ഭയങ്കര ചൂടുന്ന്. ഞാൻ കൊട്ടിയം പോകാനായിട്ട് ഇരിക്കുകയായിരുന്നു. കഥ കൊട്ടിയം പോകാനായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇനി വയ്യ, എനിക്ക് ഭയങ്കര തലയിറക്കവും കാര്യവും. അതുകൊണ്ട് പിന്നെ കൊട്ടിയൊന്നും പോയില്ല. വീട് ക്ലീൻ ചെയ്ത് അവിടെ കയറി കിടന്നു. കുറച്ച് നേരമായിട്ടേ ഉള്ളൂ എണീച്ചിട്ട്. മക്കളെ സ്കൂളിൽ വിട്ട് പിന്നെ വാപ്പായുമായി ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് വന്ന് പിന്നെ എത്ര ദിവസം കൊണ്ട് കിടക്കണം എന്നറിയാമോ? ഈ അനസ്തേഷ്യ ചെയ്യാൻ തലച്ചോറിൽ അഡീഷണൽ വെച്ച് ഞരമ്പ് വെച്ച് പിടിപ്പിക്കുന്ന അനസ്തേഷ്യ ചെയ്യാൻ വലുതായിട്ട് പറ്റില്ല. അതുകൊണ്ട് 5 ദിവസത്തേക്കുള്ള ഗുളികയുണ്ട്. ആ ഗുളിക കഴിച്ചിട്ടാണ് ഇനിയിപ്പം ഇതാകുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച അഡ്മിറ്റ് ചെയ്തു. ഉമ്മായും പാപ്പായും ഉള്ള സമയത്തുള്ള നോമ്പ് നല്ലതാണ്, കാരണം ഒരു ഉഷാറുണ്ട്. പിന്നെ ഞാനും നാത്തൂനും മാത്രമേ ഉള്ളൂ. സഹോദരനും ഉണ്ട് കേട്ടോ, സർജറിക്ക് നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ആണുങ്ങളില്ലാതെ പറ്റില്ല. അപ്പം അതിൻ്റെ കാര്യം എല്ലാമേ പിന്നെ മക്കൾക്ക് പരീക്ഷ, നമുക്കും പോയി നിൽക്കാൻ പറ്റൂല. നമുക്ക് പോയി നിൽക്കണമെങ്കിൽ ഇവർ കൊച്ചുങ്ങൾ ഒറ്റയ്ക്കായി പോവില്ലേ. നാത്തൂനും ഞാനും ഇവിടെ നിൽക്കും. കാക്കായും ഉമ്മായും പാപ്പായും ഹോസ്പിറ്റലിൽ കാണും. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? ഇതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടം വരെ എത്തി പണി. പിന്നെ ഉപ്പാൻ്റെ ഒരു സർജറി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊരു ടെൻഷനുണ്ട്. കാരണം ഇത്രയും തലച്ചോറിലേ യൂറിന് ഇതുപോലെ പോക്കുള്ളതുകൊണ്ടാണ്. ഇത് കിഡ്നി സംബന്ധം, അതിന് ഹാർട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. അൽഹംദുലില്ലാ മരുന്നും ഗുളികയും പുറത്ത് പോണ്. ഒരു മാസം തന്നെ ഉപ്പാക്ക് നല്ലൊരു മരുന്ന് വേണം. ഞങ്ങൾ ദുആ ചെയ്യാം അസുഖത്തെ തൊട്ടൊന്നും. അതാണ് പ്രശ്നം. ഇത്രയേ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. നല്ല ചൂടും കാര്യങ്ങളും. റമളാനല്ലേ അല്ലാ. ആദ്യത്തെ ഒരു മടിയൊക്കെ കണ്ടപ്പോൾ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തുണി അലക്കലായി കാര്യങ്ങളെല്ലാം. പൊടിമോമിനെ വാപ്പ വന്നുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നു. വാപ്പാരുടെ ഭയങ്കര കാര്യമാണ്. ഈ ആമക്കൊക്കെ രണ്ടുപേർക്ക് ഭയങ്കര അടുപ്പമാണ് എൻ്റെ വാപ്പാരുടെ. മസ്റൂർ മോൾക്കൊന്നും അതേപോലെ തന്നെ. പക്ഷേ മുത്തുവാണ് ഉപ്പച്ചി ആശുപത്രിയിൽ പോയാൽ ഇനിയുള്ള സങ്കടം. കാരണം മുത്തുമോ വാപ്പാൻ്റെ അടുത്താണ് കിടന്ന് ഉറങ്ങുന്നത്. അല്ലാ, പിന്നെന്താ, നിങ്ങളെ ദുആ മതി, വേറെ ഒന്നും വേണ്ട. റമളാൻ്റെ ബറക്കത്ത് കൊണ്ട് ബാക്കിയുള്ള എല്ലാം അങ്ങ് നടക്കും. ഇപ്പം ഒരു റമളാനിക്കായിരുന്നു ഇപ്പം എൻ്റെ സർജറി. അപ്പം അതേ റമളാൻ വന്നപ്പോൾ വീണ്ടും സർജറിയും കാര്യങ്ങളും ഒക്കെ. അള്ളാൻ്റെ തീരുമാനം പോലെയല്ലേ നടക്കുള്ളൂ. നമ്മൾ മനുഷ്യരല്ലേ. ഇവിടെയൊക്കെ സിമൻ്റാണ്. ഇനി ഇതെല്ലാം കതവെല്ലാം തുടയ്ക്കണം. സിമൻറ്റും കാര്യങ്ങളേ. രണ്ടാമത് പണി നടന്ന ഇതാണ്. ആദ്യമേ അങ്ങ് പണി പൂർത്തിയായിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞ് കയറിയാൽ മതിയായിരുന്നു. ഇനി ഇത്രയൊക്കെയുള്ള ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും.